ടോപ്പ് സിംഗർ സീസൺ 5 ഇനി സെലിബ്രേഷൻ റൗണ്ട് ആണ് നടക്കുന്നത്. ഈ റൗണ്ടിൽ സെലിബ്രേറ്റ് ചെയ്യാനായി ഇവിടെ കടന്നു വരുന്നത് നമ്മുടെ സ്വന്തം ഗൗതമിക്കുട്ടി. അവിടുന്ന് സെലിബ്രേഷൻ തുടങ്ങി. സെലിബ്രേറ്റ് ചെയ്യാൻ വന്നാണോ? ഓക്കെ. അരെ ഗൗതം, കൂൾ ഡ്യൂഡ് ലുക്ക് ആണല്ലോ. കൂൾ ഡ്യൂഡ് ആണോ? സ്റ്റൈലൻ ലുക്ക് അല്ലേ? थैंक यू. अरे गौतम क्या बात है? ठीक है യാ ठीक है ठीक है. ठीक है ठीक है ठीक है ठीक है ठीक है. ഏത് പാട്ടാ മോളെ? രാക്കോലം വന്നതാണ്. സൂപ്പർ. ഡാൻസേഴ്സ് ഒക്കെ ഉണ്ട്. ഉണ്ട്. എന്റെ സൂര്യപുത്രിക്ക് അല്ലേ? നല്ല പടം. ബ്യൂട്ടിഫുൾ ഫിലിം. Then 1991 ഇയർ. പാടിയത് ചിത്രാമ്മ. മ്യൂസിക് ഇളയരാജ സർ. ലിറിക്സ് കൈതപ്രം സർ. ഇളക്കി മറിക്കാൻ പോണപ്പോ തകർക്കാൻ പോവാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു All the best. All the best. താങ്ക് യു താങ്ക് യു.
Sabal. That is called That celebration. was nice. Chorus great. ഗൗതു എന്തോ സ്റ്റൈലിഷ് സിംഗിങ്. താങ്ക് യു സർ. അത് പൂക്കാലം എന്നൊക്കെ എടുത്തതൊക്കെ ഉണ്ടല്ലോ, അതിന്റെ അതുപോലെ തന്നെ ഒരു പെപ്പിനെസ് കൊടുത്ത് താങ്ക് യു സർ. A to Z പെർഫെക്റ്റ് ആയിട്ട് പാടും. താങ്ക് യു സർ. ഒന്നുമില്ല, ഡാൻസ് കുറച്ചൊക്കെ ചെയ്തിട്ടുള്ളൂ, അത് കുഴപ്പമൊന്നുമില്ല. പാട്ട് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുമ്പോൾ ഫോക്കസ് ചെയ്തപ്പോൾ ദാറ്റ് വാസ് ബെസ്റ്റ്. താങ്ക് യു സർ. നന്നായിരുന്നു. കാരണം ശ്രുതി, താളം എല്ലാം നന്നായിരുന്നു. പിന്നെ അതിന്റെ ആ Thank you, sir. പെപ്പിനെസ് രാക്കോലം അതെല്ലാം നല്ല രസമായിരുന്നു. പിന്നെ രാജാ Thank you, സാറിന്റെ sir. പാട്ട് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ടോപ്പ് ബാൻഡ് സ്പ്രിഞ്ചി അവര് സപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ ഒന്നും കിട്ടില്ല കേട്ടോ, പാടാൻ പറ്റില്ല. അപ്പൊ അവർക്കൊരു താങ്ക്സ് ഒക്കെ പറയണം. താങ്ക് യു. അവള് നന്നായിട്ട് പാടി മോളെ, സ്റ്റൈലിഷ് ആയിട്ട്. താങ്ക് യു സർ. താങ്ക് യു സർ. രാജാ സാർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു കടലാണ്. കാരണം എന്തൊരു ജോൺറെ കൊടുത്താലും എന്ത് അദ്ദേഹം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു ഫുൾനെസ്. ഇങ്ങനത്തെ ഒരു പാട്ട് എനിക്കറിയില്ല, കണ്ണമാൻ ഇൻസ്പിറേഷൻ എടുക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് രാജാ സാർ. അപ്പോൾ അദ്ദേഹം കേൾക്കണത് എന്താ, ഞാൻ ഇപ്പോഴും അത് ആലോചിക്കുക. കാരണം നമ്മളൊരു മ്യൂസിഷ്യൻ സൈഡിൽ നിന്നാണ് നമ്മളൊക്കെ നോക്കുന്നത്. അദ്ദേഹം ഈ പാട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിന് കിട്ടിയ ഇൻസ്പിറേഷൻ എന്നൊക്കെ. അപ്പൊ ഇത് ഒബ്വിയസ്ലി ഇതിനൊരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഉള്ളതാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു മലയാളം പാട്ടിന് ഇത്ര കോഡ്സും ഹാർമണിയൊക്കെ വെച്ച് ബീജം ഗിറ്റാറൊക്കെ വെച്ച് വിളയാട് എന്ന് പറയുന്നത് പൂന്ത വിളയാടല്ലേ അണ്ണന്മാരൊക്കെ എന്താ 2 ഗിറ്റാർ പ്ലേയേഴ്സ് അവര് അണ്ണമ്മ എല്ലാരും കൂടെ അനൂപും റെനിച്ചേട്ടനും കൂടെ ശരിക്കും തകർത്തു. ശരിക്കൊരു പ്യോർ സെലിബ്രേഷൻ. ഗൗതമി ചകര, നീ എന്ത് ടാലന്റഡ് സിംഗറാണ്. താങ്ക് യു. ഒരു പിച്ചിന്റെ ഒരു പ്രശ്നം നിനക്ക് ഉണ്ടായിരുന്നില്ല. യു ആർ സോ പെർഫെക്റ്റ്. താങ്ക് യു സർ. ദാറ്റ്സ് എ ഗ്രേറ്റ് ക്വാളിറ്റി. ഗംഭീരായി പാടിയിട്ട് മോളെ. താങ്ക് യു സർ. എന്ത് രസമായിടാ പാടിയത്. താങ്ക് യു. ഇവിടെ ഡാൻസിനൊന്നും അല്ല, നമ്മളത് എൻജോയ് ചെയ്ത് പാടി, അല്ലാണ്ട് ഇത്ര സ്റ്റെപ്പ് കളിക്കണം എന്നൊന്നും ഇവിടെ ഒരു റൂളും ഇല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, SPB സാറ്, ജാനകി അമ്മ, അവരൊക്കെ എത്ര ഫാസ്റ്റ് നമ്പർ പാടിയാലും അവര് ചിലപ്പോ ഈ കൈ പോലും ഒന്നും അനക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇത് ജനങ്ങൾ ഭയങ്കര ആൾക്കാര് എന്ത് MG ശ്രീകുമാർ സാറ് വേൽമുരുകയ്ക്ക് കടന്ന് തലയും കുത്തി മറിയൊന്നും അല്ല. തില്ലം തില്ലം എന്ന് പറയുമ്പോ തന്നെ ഒരു ആക്ക് അവിടെ നിൽക്കാൻ പറ്റും. അതാണ് ഒരു സിംഗറിന്റെ ഒരു പവർ. രാജാ സാറിന്റെ ഇങ്ങനെ ഒരു പാട്ട് ഒരു പക്ഷേ അതാണ് മെലഡിയാണ്, അദ്ദേഹത്തിന്റെ മെലഡി കിങ് ആണ് ഇസൈജ്ഞാനി ഇളയരാജ അവർകൾ. പക്ഷെ അദ്ദേഹം ചില പാട്ടുകൾ ഫാസ്റ്റ് നമ്പർ, രാപ്പാടി, പക്ഷിക്കൂട്ടം, രാക്കോലം. തമിഴ് നോക്കുവാണെങ്കിൽ എന്റെ ഫേവറേറ്റ് ഉണ്ട് കണ്ണെ തുറക്കടാ സാമി, അല്ലെങ്കിൽ വാൻമേഘം. പിന്നെ ഉണ്ട് റക്കമ്മ കയ്യത്തൊട്ട് ചിൻ ചിൻ അതും എനിക്ക് എന്താന്നറിയില്ല, ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ വിഴിയെഴുതും ദീനല്ല. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ വിഴിയെഴുതും ദീനല്ല. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ വിഴിയെഴുതും നീനല്ല. 100 മാർക്ക് വീതം കൊടുത്തിരിക്കുന്നു. അതെ, ഞാൻ 100 മാർക്ക് അങ്ങോട്ടും തരുന്നു. എന്നോട് സാറ് കഴിഞ്ഞ പാട്ടിന് 97 ആയിരുന്നു. അപ്പൊ പറഞ്ഞു അടുത്തേല് നന്നായി പഠിച്ചു തരണം. ഞാൻ നല്ല ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ചാലഞ്ച്, അതാണ് ആ വാശി വേണം കേട്ടോ. സോ ആട്ടി ഒരു രാജാ സാർ പുകിലേ. താങ്ക് യു സർ. ഞാൻ വന്നതിന്റെ ഒരു ഭാഗ്യം കാണുന്നില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ പൊക്കോളൂ, അടിച്ചു പൊളിച്ചോളൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.